അവിടെ മെഡിക്കൽ ഇത് കൊണ്ടുപോയി ചാക്കിനകത്ത് വെച്ച് വലിച്ചോണ്ട് പോയി. ഇവിടെ അറിയാമോ? മോനാ മരിച്ചത്. കൊണ്ടുവരാൻ സ്ഥലമില്ല, ചാക്കിൽ വലിച്ചടിച്ച് അവര് അവിടെ കൊണ്ടുവന്നിട്ടത്. ആ അമ്മയുടെ മോനാ മരിച്ചത്. കൊണ്ടുവരാൻ സ്ഥലമില്ല, ചാക്കിൽ വലിച്ചടിച്ച് അവര് അവിടെ കൊണ്ടുവന്നിട്ടത്. ഈ ഫാമിലി എത്ര വർഷം താമസിക്കുന്നത്? ഈ ഫാമിലി ഇപ്പൊ 10 വർഷമായുള്ളൂ ഇവിടെ താമസം. അത് അവരെ സ്ഥലമല്ല, അയാൾക്ക് താമസിക്കാൻ. അവരല്ലെങ്കിൽ അവരെ പോലീസ് ഇറക്കിയിട്ടുള്ള സംവിധാനം അവരുടെ വീട് ആരാണ് തകർത്തെന്നാണ് പരാതി. അവരെ വീട് അവരെ മോൻ തന്നെ ആദ്യം വന്ന് പണിയാൻ വേണ്ടി എല്ലാം പൊളിച്ചു മാറ്റി. നമ്മൾ ഇവിടെ പണിയാൻ പറ്റത്തില്ല, ഇത് പൊതു സ്ഥലമാണ്. അയാള് മരിച്ചു കഴിഞ്ഞ് അയാൾക്ക് മാത്രമായിട്ട് കുറച്ച് അന്ന് ജീവിക്കാൻ പറ്റാതെ മക്കളാരും കയറ്റിയില്ല. അങ്ങനെ അയാൾക്ക് ഇവിടെ സ്ഥലം കൊടുത്തത് കിടക്കാൻ. അവര് നിലവിൽ വീട് വെച്ച് തൊട്ട് മുന്നേ അയാൾ പറഞ്ഞു. നിലവിൽ താമസിക്കുന്ന ഈ സ്ഥലത്ത് അപ്പൊ കണ്ണാണാൻ വയ്യാത്ത അവരും അല്ലെങ്കിൽ ക്യാൻസർ രോഗിയായിട്ടുള്ള അവരെ ഇവിടെ താമസിച്ചിരുന്നല്ലോ 15 വർഷമായിട്ട്. 15 വർഷമായിട്ട് താമസിച്ചിരുന്നല്ലോ. ഇപ്പോൾ അവരുടെ വീട് ആരാണ്? അവരുടെ വീട് ആരാണ്? വീട് ഇവിടെ കത്തിച്ച് വെച്ച് വെച്ചപ്പം ഈ വിജയന് കിടക്കാൻ സാരമില്ലാതെ വിജയൻ ഇവിടെ കിടന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ അവർക്ക് റേഷൻ കാർഡ് ഉണ്ട്, അവർക്ക് ആധാർ ഉണ്ട്, അവർക്ക് ഗവൺമെന്റ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവർ 15 വർഷം കൊണ്ട് താമസിക്കുന്നു. 15 വർഷം കൊണ്ട് ശരി, 10 വർഷം കൊണ്ട് ഒരു വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ നിലവിലെ സർക്കാർ അധീനതയിലുള്ള ഒരു ഭൂമിയിലാണ് താമസിക്കുന്നതിൽ പോലും അവരെ വയോജനങ്ങളാണ്, അവർക്ക് ക്യാൻസർ ഉള്ള വ്യക്തിയാണ്. അവരുടെ വീട് ആരാണ് തകർത്തത്? ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ എന്താണ് പ്രശ്നം? എങ്ങനെ വഴി? അതായത് ഇങ്ങോട്ടുള്ള പോകുന്ന വീട്ടുകാർക്ക് വഴി വേണം. അപ്പൊ അതിന് ഈ വീട് പൊളിച്ചു മാറ്റണം. ഈ വീട് പൊളിച്ചു മാറ്റണം. സ്ഥലവും വേണം, പിള്ളേർക്ക് കളിക്കാനും സ്ഥലം വേണം. കളിസ്ഥലം എന്ന് പറയുമ്പോൾ നിലവിൽ അവർ താമസം കറണ്ട് വരവായിട്ടുണ്ടല്ലോ, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട്, സൗകര്യങ്ങളുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് കറണ്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാലോ. അത് പറ്റിയിട്ടും പ്രമാണം ഉണ്ടെങ്കിൽ മാത്രമല്ലല്ലോ എടുക്കാൻ പറ്റുന്നത്. 10 വർഷം കൊണ്ട് താമസം 10 വർഷം കൊണ്ട് അവർ താമസിക്കുന്ന ആ കിളവ് മാത്രം അല്ല, വേറെ ഒന്നിനും അല്ല. രാവിലെ മുതല് നിസാർ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ഈ പ്രശ്നത്തിനായിട്ട് വന്നതാ. ഈ ആൾക്കാരെയും കൂട്ടി പ്രശ്നത്തിനകത്തിട്ട് വന്നേ. പിന്നെന്തോ ഇനിയിപ്പം എന്താണ് അവർക്ക് നിലവില് 10 സെന്റ് ഭൂമിയിൽ ഇപ്പൊ അവർ നിലവിലെ പുറമ്പോക്കിൽ താമസിക്കുന്നു. 10 വർഷമായിട്ട് അവർ താമസിക്കുകയാണ്. നിലവിൽ വാട്ടർ കണക്ഷൻ ഉണ്ട്. 40 വർഷമായാലും ഇവിടുത്തെ ആളുടെ 40 വർഷക്കാലമായി അവരുടെ കൈവശത്തിലിരിക്കുന്ന വസ്തു, അവരുടെ അതിനകത്തൊരു കെട്ടിടമുണ്ട്, അതിനകത്ത് കറണ്ട് ഉണ്ട്. അത് ഇടിച്ചു പൊളിക്കാനും ഒരാൾക്കും അവകാശമില്ല. ഇവർക്ക് നിയമപരമായിട്ട് കോടതിയെ സമീപിച്ച് എന്തവകാശം സ്ഥാപിക്കാം, ഗവൺമെന്റാണ് എടുക്കാം. ഇത് കയ്യേറ്റം കൈയൂക്ക് കാണിച്ചാണ്. പഞ്ചായത്ത് മെമ്പറുടെ പിൻബലത്തിൽ കൈയൂക്ക് കാണിച്ചാണ് ഇത് ഇടിച്ചിരിക്കുന്നത്. ഇടിച്ച ആളുകൾ പറഞ്ഞു ഞങ്ങളാണ് ഇടിച്ചതെന്ന് പറഞ്ഞ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടപടിയും വേണം. അതിനാണ് പോലീസ് വന്നത്. നിങ്ങൾക്ക് ഈ കോളനിക്കാകാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നുവരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളെ അല്ല, എന്താണ് ഇതിന്റെ കറക്റ്റ്? നിലവിൽ നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇവര് ഒരു 35 കൊല്ലമായി ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഇവരുടെ ഭർത്താവ് വിജയൻ എന്ന് പറയുന്ന ഒരാള് ഇവരുടെ ഭർത്താവ് വിജയൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹം 6 മാസം മുമ്പ് മരണപ്പെട്ടു. അതിനുശേഷം ഇവര് ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അറിഞ്ഞത് കുറച്ച് ദിവസം മുമ്പ് ഇവർ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പൊ വീട് പണിയുന്നതിന് വേണ്ടി മേൽക്കൂര ഇളക്കി, ഇതിന്റെ മോൾക്കൂര കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. മേൽക്കൂര ഇളക്കി, മകൻ എന്നോട് പറഞ്ഞതാണ്. ഇതിന്റെ മേൽക്കൂര ഇളക്കി പുതുക്കി പണിയുന്നതിന് മേൽക്കൂര ഇളക്കി വെച്ചു, സിമെന്റും കട്ടയും ഇറക്കി വെച്ചു. പണി തുടങ്ങുന്നതിന് വേണ്ടി അവരിയ്ക്കുമ്പോഴാണ് ഇന്നലെ ഇവിടെ വരുമ്പോൾ ഇന്നലെ വെളുപ്പിന് ഈ വീട് പൂർണ്ണമായും തകർത്തിട്ടിരിക്കുന്നു. അപ്പൊ അവർ അതുമായി ബന്ധപ്പെട്ട് പൂയപ്പള്ളി സ്റ്റേഷനിൽ പരാതി കൊടുത്തു, ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തു. ഇന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത് കളക്ടറേറ്റിൽ വരെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരാതിയുമായിട്ടാണ് അവർ മുന്നോട്ട് പോയത്. ഇന്ന് ഞങ്ങളെ പൊതുപ്രവർത്തകരായ ഇവിടെ മത്സരിച്ച് പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങൾ ഇവിടെ LDFന്റെ മെമ്പറാണ്. LDFന്റെ മെമ്പർ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കോൺഗ്രസിന്റെ പൊതുപ്രവർത്തകരായ മുമ്പ് ഇവിടെ ഈ വാർഡ് മത്സരിച്ച നിസാർ എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ വന്നു. അപ്പം ഇവരെല്ലാവരും കൂടി സംസാരിക്കാൻ കഴിയാത്ത സ്ത്രീയും ആ മകനും ഇവിടെ നിൽക്കുമ്പോൾ അവരെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. യഥാർത്ഥത്തിൽ അവർ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. അവർക്ക് ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ
അവർക്ക് ഒരു വീടുണ്ടായിരുന്ന അവർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു നിയമ തടസ്സമുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിയമപരമായാണ് പോയി കൈകാര്യം ചെയ്യേണ്ടതുള്ളത്. അല്ലാതെ നിയമം കയ്യിലെടുത്ത് പൊതുപ്രവർത്തകർക്കാർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണക്കാർക്കും ഈ നിയമം കയ്യിലെടുത്ത് ഇത് പൊളിക്കാനുള്ള അവകാശമില്ല. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പട്ടയം കൊടുക്കേണ്ട ഒരു വിഷയം നിലനിൽക്കുമ്പോൾ പോലും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഭൂമിയിൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. സ്വാഭാവികം. അപ്പൊ 15 വർഷം കൊണ്ട് നിലനിൽക്കുന്നവർക്ക് ആധാർ ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, വാട്ടർ കണക്ഷൻ ഉണ്ട്, വൈദ്യുതി ഉണ്ട്. അത്തരത്തിലുള്ള ഒരാളുകളെ പെട്ടെന്ന് അവരുടെ വീട് തകർക്കുക എന്നുള്ള ഒരു ഗൂഢാലോചന എന്തെങ്കിലും തമ്മിൽ ഇതിനുണ്ടോ? ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒരു കളിസ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് പൊളിക്കപ്പെട്ടതെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇവരിവിടെ വന്നപ്പോൾ ഇവർ പറയുന്നത് അവർക്ക് വഴിയുടെ ആവശ്യമായാണ് ബന്ധപ്പെട്ടത്. കളിസ്ഥലത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ തീരുമാനം വല്ലതും എടുത്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് അറിവില്ല. പക്ഷെ ഇവർ പറയുന്നത് അവർക്ക് കോളനിയിലേക്ക് പോകുന്നതിന് വഴിക്ക് ആവശ്യമായ വീതി കൂട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ നിങ്ങൾക്ക് ആലോചിക്കേണ്ട ഇവിടുന്ന് അവിടം വരെ ഇടവഴിയുള്ള സ്ഥലത്ത് അവിടുന്ന് ഇങ്ങോട്ട് വീതി കൂട്ടണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ പോകാൻ കഴിയും? ഇത് യാതൊരു വിധത്തിലും പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത്. ഈ റോഡിന്റെ നിങ്ങളുടെ ബൈറ്റ് എടുക്കാം. ഈ റോഡിന്റെ ഈ മെയിൻ റോഡിൽ ഈ റോഡിന്റെ ആദ്യഘട്ടം ഈ ഒരു സൈഡിൽ വീടും ഒരു സൈഡിൽ മതിലുമാണ്. അവിടെ വീതി കുറവാണ്. അതിനുശേഷമാണ് ഈ പ്രോപ്പർട്ടിയുടെ സ്ഥലം തുടങ്ങുന്നത്. അപ്പൊ അവിടുന്ന് വീതി ഇല്ലാതെ ഒരു കാരണവശാലും ഇവിടുന്ന് വീതി ഇവർ അവകാശപ്പെടുന്ന രീതിയിൽ ഒരു കാരണവശാലും ഈ വീതി കൂട്ടാനുള്ള യാതൊരു വിധത്തിലും സാധിക്കില്ല. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി ചില ആൾക്കാർ ചേർന്നുള്ള അങ്ങനെ വഴി വേണമെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് അവരെ പുനഃസംഘടിപ്പിക്കണ്ടേ? മൂത്തമ്മനാണ് സാറേ ഇത് വന്ന് ആദ്യം പൊളിക്കുന്നത്. ഈ വീട് പൊളിക്കുന്നത് രാത്രി വന്ന് ഈ വീട് പൊളിക്കുന്നു. അവന് എത്ര സെന്റ് വസ്തുണ്ട്? അല്ല, അവരെ അല്ലെങ്കിൽ പോലീസ് സംവിധാനം, പഞ്ചായത്തുണ്ട്, മെമ്പറുണ്ട്, നിർവഹണ ഉദ്യോഗസ്ഥരുണ്ട്, അവരെ സ്പോട്ടിൽ വിളിച്ചു ചേർത്ത് ഇവരെ പുനഃസംഘടിപ്പിച്ചതിന് ശേഷം മാത്രമല്ലായിരുന്നു അവരെ വീട് പൊളിക്കുന്നത്. ഞങ്ങൾ വീട് പൊളിച്ചില്ല. ഞങ്ങളെല്ലാം വീട് പൊളിച്ച ഞങ്ങള് വീട് പൊളിച്ചല്ല. ഈ വിഷ്ണു വന്ന് വീട് പൊളിക്കുന്നു. വിഷ്ണു നിൽക്കുന്ന വിഷ്ണു വന്ന് വീട് പൊളിക്കുന്നു. എന്താണ് വിഷ്ണു? എന്റെ അച്ഛന്റെ വീടാണ് ഈ വീട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു 10-13 വയസ്സുള്ളപ്പോൾ ഞാനും കൂടെ ആണ് ഈ വീട് വെച്ച് കൊടുത്തത് ഇത് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ടിൻ ഷീറ്റ് ആയിരുന്നു ഇട്ടത്. ഇപ്പൊ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ ഒരു 6 മാസമായി. ഇപ്പൊ ഇവിടുത്തെ ഈ ഷീറ്റ് എല്ലാം കൂടെ അങ്ങ് ഇളകിപ്പോയി. കാറ്റടിച്ച് മൊത്തം പറന്നുപോയി. ഇവിടുത്തെ ജനവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇളകി പോയപ്പോഴത്തേക്ക് ഈ അമ്മ എൻ്റെ അടുക്ക എന്നും പറയും, എൻ്റെ കയ്യിലും പൈസ സാമ്പത്തികം കുറവായിരുന്നു. അമ്മ എൻ്റെ അടുക്ക പറയും, മോനെ ഇതെങ്ങനെയും ഒരു ടാർപ്പിന്ന് കിട്ടുക, വെള്ളം മൊത്തം ഇതിനകത്ത് വീണോണ്ടിരുന്നത്. അപ്പോഴത്തേ ഞാനെങ്ങനെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ കടമെടുത്ത് മേടിച്ചിട്ട് ഞാൻ കുറച്ച് പാറപ്പൊടി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. അവിടെ കൊണ്ടുവന്ന് ഇറക്കും, വണ്ടി ഇഞ്ഞ് വരുത്തില്ല. അവിടുന്ന് ഞാൻ ചുമന്ന് സാറേ, ഇവിടെ ഈ കോളനിയുള്ള ആൾക്കാരാ ചുമന്നിട്ടത്. എല്ലാ സാധനങ്ങളും എല്ലാം ചുമന്നിട്ട് സുനി എന്ന് പറയുന്ന ഒരു അണ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ മോനുണ്ടായിരുന്നു. എല്ലാരും കൂടെ ഇതെല്ലാം ചുമന്ന് വിട്ടിട്ടതും. എന്നിട്ട് ഞാൻ കുറച്ച് സിമെന്റ് അവിടെ കൊണ്ടുവന്ന് വെച്ച് എല്ലാം മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന് ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ ഷീറ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ വാർഡ് മെമ്പർ സലീം എന്ന് പറയും, പുള്ളിക്കാരൻ വന്ന് എൻ്റെ അടുക്ക പറഞ്ഞ് ഇവിടെ പുനരുദ്ധീകരണം ഒന്നും നടക്കത്തില്ല, നീ ഈ സൈനകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതാണ് സംഭവം. എന്നിട്ട് ഞാൻ വന്ന ആൾക്കാർ പറയുന്നത് വീട് ഇവര് പൊളിച്ചു കളഞ്ഞു, മൊത്തത്തിൽ പൊളിച്ചു കളഞ്ഞു. അതാണ് സംഭവം. അല്ല, അങ്ങനെ ഈ ഇതിന്റെ മേൽക്കൂര മാറ്റിയതിനു ശേഷം മേൽക്കൂര മാറ്റാൻ സമ്മതിച്ചില്ല സാറേ. മേൽക്കൂര പൊളിച്ചില്ലേ? അതിനകത്ത് സാധനങ്ങള്, പാത്രങ്ങള്, കലം, ചട്ടി, അതിനകത്ത് ആധാരങ്ങൾ മൊത്തം അതിനകത്ത് ഉണ്ടായിരുന്നു. അത് മൊത്തം ഇപ്പൊ കാണാനില്ല. എവിടെ ഉണ്ട്? ഒന്നും കാണാനില്ല. എല്ലാവരും നശിപ്പിച്ചു. വീട് പൂർണ്ണമായിട്ട് തകർത്തത് ആരാണ്? ഇവിടെയുള്ള വാർഡ് മെമ്പറും അവരെ ആൾക്കാരും. എല്ലാ രേഖകളും നഷ്ടപ്പെട്ടു. ഒരു വാർഡ് മെമ്പറിന്റെ ഇതിലാണ് വാർഡ് മെമ്പർ വരുന്നത്. വാർഡ് മെമ്പറാണ് എന്റെ അടുക്ക സാധനം കൊണ്ടുവരില്ലെന്ന് പറഞ്ഞത്. അതാ സംഭവിച്ചത്. വീടിന് മെയിൻ്റനൻസിന് ശേഷം ഈ വീട്ടിലെ അംഗങ്ങൾ ആശുപത്രിയിലായിരുന്നു. അതിനുശേഷമായിരുന്നു ഇത് സംഭവിച്ചത്. സാറേ, ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്, ക്യാൻസർ RCC പേഷ്യന്റ് ആണ്. അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒരു മാറെല്ലാം എടുത്ത് കളഞ്ഞാണ്. അവരുടെ അടുത്ത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോ കളിസ്ഥലം ഉണ്ടാക്കാന്നാ എന്റെ അടുക്ക പറഞ്ഞത്. കളിസ്ഥലം അതെ. എന്താ സംഭവം? ഇത് ഇവിടെ കോളനിയില്ല, പൊതുസ്ഥലമായിരുന്നു. അത് ഇവിടെ ഒരു വിജയൻ എന്ന് പറയുന്ന ഒരാളും അയാളുടെ ഭാര്യയും കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അവർ താമസിച്ചിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയെ അവരുടെ മക്കള് കൊണ്ടുപോയി.
അവർ ആറ്റുകോണത്താണ് താമസിക്കുന്നത്. ആറ്റുകോണത്ത് ഈ വിജയന് ആദ്യ ഭാര്യയിൽ മക്കളുണ്ട്. ആ വിജയന്റെ മക്കള് ആക്കൽ ഭാഗത്ത് താമസിക്കുന്നു. അതിൽ അവരും ഇവിടെ വന്ന് ഈ കുടിൽ പൊളിച്ചിട്ട് അത് പുതുക്കി പണിയാനോ മറ്റോ ശ്രമിച്ചു. കോളനിയിലെ ജനങ്ങളെല്ലാം കൂടി ഇത് നടക്കില്ല എന്ന് പറഞ്ഞു. മെമ്പർ എന്നുള്ള നിലയിൽ എൻ്റെ ശ്രദ്ധയിലും പെട്ടിരുന്നു. ഞാനും പറഞ്ഞ് എന്തെങ്കിലും പറ്റിയിട്ടിയോ പട്ടയമോ നിങ്ങളുടെ പേരിലോ എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ അത് ഹാജരാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്തുക. അതല്ലെങ്കിൽ ഈ കോളനിയിലെ ജനങ്ങൾക്ക് ഉള്ള ഏക പൊതുസ്ഥലമാണിത്. ആ പൊതുസ്ഥലം അവർക്ക് ഉള്ള കുട്ടികൾക്ക് കളിക്കാനോ അവർക്ക് എന്തെങ്കിലും പൊതു ആവശ്യങ്ങൾക്കോ പകൽ വീട് പോലെയുള്ള എന്തെങ്കിലും സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ വായനശാലയ്ക്കോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കണം എന്നാണ് അവരുടെ ഒന്നടങ്കം ഈ കോളനിയിൽ താമസിക്കുന്നവരുടെ ആവശ്യം. ആ ആവശ്യം അവർ നിറവേറ്റുന്നതിലേക്കായി ഈ പൊളിച്ചിട്ടിരുന്ന കുടിലിൻ്റെ ചില മൺകട്ടയുടെ കുറച്ച് ഭാഗമുള്ളത് ഇന്നലെ അവർ കോളനിക്കാർ എല്ലാവരും കൂടി ചേർന്ന് അത് തള്ളി താഴെ ഇട്ടു. അതിനെതിരെ ഇപ്പോൾ ഇവിടെ ചില പ്രക്ഷോഭങ്ങളോ പരിപാടികളുമായിട്ടൊക്കെ ചില ആൾക്കാർ പുറത്ത് നിന്നൊക്കെ വന്ന് ഇവിടെ ചില വ്യാജ പരാതിയൊക്കെ കൊടുത്ത് പോലീസിലും മറ്റും പരാതിയൊക്കെ കൊടുത്ത് മുന്നേറുക. ഇപ്പോൾ ഇതിനിടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ സ്വാഭാവികമായിട്ട് 15 വർഷം കൊണ്ട് താമസിച്ച് വരുന്നൊരു ഫാമിലി, അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്കൊരു പുനഃസംഘടന അല്ലെങ്കിൽ അവരെ പുനഃസംഘടിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റി ഇവിടെ കളിസ്ഥലം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലായാലും ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയിലായാലും 100% ബാധ്യത എനിക്കുണ്ട്. നിലവിൽ സർക്കാരിന്റെ മറുപടി പറയട്ടോ. പക്ഷേ അവർക്ക് ഇവിടെ താമസിക്കാൻ, അവർക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ശേഷിയുള്ളവരല്ല. അവർക്ക് ജോലി ചെയ്ത് പോകാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിയാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ വിജയൻ എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് മരിച്ച ദിവസം മുതൽ അവരിവിടുന്ന് അവരുടെ മക്കളെ അടുത്ത് താമസം മാറിപ്പോയതാണ്. അവർക്ക് ഇനി ഇവിടെ വന്ന് താമസിക്കാൻ ഇഷ്ടമല്ല എന്ന് അവർ എന്നോടും അവരുടെ മകൻ എന്നോടും ഞാൻ ഫോൺ മുഖാന്തരം സംസാരിച്ചപ്പം പറഞ്ഞിട്ടുണ്ട്. ഈ കോളനിയിലെ ആൾക്കാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആരോടും നിഷ്പക്ഷമായിട്ട്, ഞാൻ ഇപ്പോഴല്ലേ വന്നത്, നിങ്ങൾക്ക് ഇവിടെയുള്ള ആരോടും നിഷ്പക്ഷമായിട്ട് ചോദിക്കാം ഇതിന്റെ അവസ്ഥ. 15 വർഷം കൊണ്ട് താമസിച്ചിരുന്ന ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഷെഡിൽ അവരെ പുനഃസംഘടിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ അത് പൊളിക്കാമായിരുന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് പട്ടയം ലഭിക്കാത്തൊരു ഭൂമി പട്ടയം ലഭിക്കാത്തൊരു ഭൂമി, ആ പട്ടയം ലഭിക്കാത്തൊരു ഭൂമിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഒട്ടനവധി ആളുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ ഒരു പുനഃസംഘടിപ്പിച്ചതിന് ശേഷം ഈ റോഡിന്റെ വീതി കൂട്ടൽ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയിരുന്നെങ്കിൽ ഓക്കെ. പക്ഷെ അവരെ ഇറക്കി വിട്ട് അവർ വീട് പൊളിച്ചു എന്നുള്ള ആശയത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവർ പരാതി കൊടുത്തിരിക്കുകയാണ്. താങ്കൾ സംസാരിക്കുന്നത് കാര്യം വസ്തുതകൾ മനസ്സിലാക്കുക. ഇവിടെ റോഡിന്റെ വീതി ഇവിടെ ആരും കൂട്ടിയിട്ടില്ല. റോഡിന്റെ വീതി റോഡില്ല, ഇത് ഇവിടെ വീതി കൂട്ടിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, വസ്തുതകൾ മനസ്സിലാക്കി സംസാരിക്കുക. നിങ്ങളിത് ലൈവ് ആണെങ്കിൽ ലൈവ്, അല്ലെങ്കിൽ അല്ല. എന്തായാലും വസ്തുത മനസ്സിലാക്കുക. ഇവിടെ ആരും റോഡ് പണിതിട്ടില്ല, വീതി കൂട്ടിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവരിവിടെ താമസമില്ല. കഴിഞ്ഞ 6 മാസത്തിലേറെ കാലമായി ഇവിടെ താമസമില്ല. ഈ ഷെഡ് പൊളിച്ചത് കോളനി നിവാസികളല്ല. പറയുന്നേക്കെ ഞാൻ ഇതിനകത്ത് കക്ഷിയല്ല. വാർഡ് ഇലക്ട്രിസിറ്റിയൊക്കെ എല്ലാം കിട്ടും. അത് ഏത് പുറമ്പോക്കി താമസിക്കുന്നവർക്കും ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കും. നമ്മൾ ഫുട്പാത്ത് ഇല്ല, ആരും വീട് പൊളിച്ചില്ല. വീട് പൊളിച്ചത് അവരുടെ മകനാണ്. കോട്ടളനിക്കാരല്ല പൊളിച്ചത്. നിങ്ങൾ അതാ പറയാം, വസ്തുത അറിയാതെ സംസാരിക്കും. വീട് പൊളിച്ചിട്ട് 1 മാസത്തിലേറെ ഏതോ പൊളിച്ചവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാം. മെയിൻ്റെനൻസ് അതേപോലെ തന്നെ മെയിൻ്റെനൻസ് ചെയ്യുവാൻ അവരല്ല വന്നത്. അവരുടെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലുള്ള ഒരു മകനാ വന്നത്. അവന് ഒരു അവകാശവും ഇല്ല. അവരിവിടെ വന്നിട്ടില്ല. നിങ്ങൾ വസ്തുതകൾ ഒന്നുകൂടെ ഇവിടെ ഉള്ള ജനങ്ങളോട് ചോദിച്ചു മനസ്സിലായി. ആ ഭാര്യയുണ്ട്, അവർക്ക് വേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വീടും സ്ഥലമുണ്ട്. ഈ അവരുടെ മക്കൾക്ക് എല്ലാവർക്കും വീടും സ്ഥലമുണ്ട്. അവരെ ഒറ്റയ്ക്ക് ഇവിടെ പാർപ്പിക്കുന്നതിന് അവർക്കും താല്പര്യമല്ല, മക്കൾക്കും താല്പര്യമല്ല. ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ സ്ഥലം ഇത് ഇവിടുത്തെ കോളനിയിലെ ജനങ്ങൾക്കുള്ള പൊതുസ്ഥലമായിട്ട് ഈ കോളനിക്ക് ഉള്ള വസ്തു 4 സെന്റ് വീതമാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത്. ആ 4 സെന്റ് വെച്ച് പതിച്ചു കൊടുക്കുമ്പോൾ തന്നെ പൊതു സ്ഥലമായിട്ട് ഒഴിച്ചിട്ടിരുന്ന എല്ലാവർക്കും പട്ടയം കിട്ടിയിരുന്നു. എല്ലാവർക്കും പട്ടയം ഉണ്ട്. ഇല്ലാത്തവര് ഇല്ല, എല്ലാവർക്കും ഉണ്ട്. ഇവർക്ക് പട്ടയം കിട്ടിയില്ലേ? ഇവര് ഇവിടുത്തെ ഇതിന് വസ്തു അനുവദിച്ച് കിട്ടിയതല്ല, അവർ പൊതുസ്ഥലത്ത് കയ്യേറി താമസിച്ചതാ. അന്ന് അവരെ അവർക്ക് അവരുടെ ഭർത്താവ് മരണപ്പെട്ടു വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ കോളനിക്കാരോട് പറഞ്ഞത്, എനിക്ക് സുഖമില്ല, എനിക്ക് വേറെ ഒരു ആശ്രയമില്ല, ഞാനിവിടെ മരിക്കുന്നവരോട് കിടന്നോട്ടെ, എൻ്റെ മരണശേഷം ഇത് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് അവർ സമ്മതിച്ച് ചെയ്തതാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാൻ ഇപ്പോഴാണ് ഈ മെമ്പറായത്. അപ്പൊ ഞാൻ ഇതിനകത്തൊന്നും
പറഞ്ഞോട്ടെ അവർ പറയുന്നതെന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഈ വീടിന്റെ മെയിന്റനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേൽക്കൂര ഇളക്കിയിരുന്നു. അതിനുശേഷം സിമെന്റ് കൊണ്ടുവച്ചു, എംസാൻഡ് ഇട്ടു. അപ്പൊ അതിനുശേഷം അവർ ആശുപത്രിയിലായി തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ വീട് അതൊക്കെ വെറുതെ വെറും 100% കള്ളോ. ഇവിടെ 100 കണക്കിന് ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾ ആരോടോ ചോദിച്ചു നോക്ക്. അവര് ആശുപത്രിയിൽ പോയതൊന്നും ഇവിടെ നല്ല അവരിവിടെ താമസമില്ല. നിങ്ങൾ വസ്തുതകൾ നിങ്ങളൊരു മീഡിയ ആണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയാൽ അതിന് വാല്യൂ ഉണ്ടോ? പട്ടയോ പറ്റിയിട്ടോ വേണ്ടേ? ഇതൊക്കെ എന്തോ നിങ്ങൾ ഇവിടുത്തെ നാട്ടിൽ ഈ ഇതിനകത്ത് കോളനിക്കാരുണ്ടല്ലോ, ഇത് എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരും ഉണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്, പല മതത്തിൽപ്പെട്ടവരുണ്ട്. നിങ്ങൾ അവരോട് ചോദിച്ച കാര്യം മനസ്സിലായി. എനിക്കിത് പങ്കില്ല. ഞാൻ ഇതിനകത്ത് ഇത് പൊളിക്കാനോ ഇതിനൊന്നിനും വന്ന ആളല്ല. ഞാൻ ഇതിനകത്ത് ഒരു പങ്കുമില്ല. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇത് എന്റെ വാർഡിനകത്ത് പെട്ട ഭാഗം എന്നുള്ള നിലയിൽ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. നിങ്ങളോട് എനിക്ക് അറിയാവുന്ന വസ്തുത പറഞ്ഞു. നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും കണ്ടെത്താനുണ്ടെങ്കിൽ അവരെ പൊളിപ്പിച്ചത് ആദ്യം പൊളിപ്പിച്ചത് അവരാണ്. ഇതിന്റെ ഉടനെ പൊളിപ്പിച്ചത് ഇല്ലാത്ത ഒരു പ്രശ്നം അവൻ ഉൾപ്പെടെ അവൻ തന്നെ ഇവിടെ ഷെഡ് ഉണ്ടാക്കണം നോക്കിയത്. വേറെ ഒന്നുമില്ല. അത് ചെയ്തത് അത് തന്നെ സംഭവം. അത് വേറെ ഒന്നുമില്ല. കതറിട്ട ഒരുത്തർ ഇതിനകത്ത് കണ്ടിട്ടില്ല. എന്ന് പറയാ കോളനിക്കകത്ത് കണ്ടിട്ടില്ലെന്ന് കണ്ടിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം. നമ്മളിത്രയും നേരം മിണ്ട തന്നെയാണല്ലോ, മിണ്ട തന്നെയാണ്. കഥ എന്ന് പറയണ്ട, കഥ പറയണ്ട. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, അത് വേറെ കാര്യം. ഞാൻ പറയാം. ഈ കോളനിയിൽ ഇന്നേ നിമിഷം വില്ലേജ് ഓഫീസിൽ പോയാൽ നെടുമല്ലൂർ വില്ലേജ് ഓഫീസിൽ പരിശോധിച്ചാൽ ഞങ്ങൾ പറയാൻ കാര്യങ്ങള് ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവര് പറയുന്ന പോലെ 94 സെന്റ് ഭൂമി ഇവിടെ പുറമ്പോക്കാണ്. 38ാം ബ്ലോക്ക് നമ്പറിൽ 10 സർവേ നമ്പർ പ്രകാരം 94 സെന്റ് ഭൂമി ഇവിടെ മിച്ചഭൂമിയാണ്. അതിന് 94 സെന്റേ ഉള്ളൂ. ഇപ്പൊ 90 ഉള്ളൂ. അതിന് 15ഓളം ആളുകൾക്ക് പട്ടയം കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് പട്ടയം കിട്ടാനുണ്ട്. ഈ വസ്തു പട്ടയം കിട്ടിയതല്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച ഒറ്റ കാര്യം മാത്രമേ നേരത്തെ നിങ്ങൾ ചോദിച്ചോണം. ഏത് പുറമ്പോക്ക് ഏത് റോഡ് സൈഡിലോ കിടന്നോട്ടെ, ഒരു നിയമപരമായ വിഷയം വന്നാൽ ഈ കോളനിക്കാർ പറയണം ഇത് പൊളിച്ചു മാറ്റി, വിഷയം കഴിഞ്ഞു. ഇവർക്ക് പഞ്ചായത്തിൽ പരാതി കൊടുക്കാം, അല്ലെങ്കിൽ വില്ലേജ് പരാതി കൊടുക്കാം. ഇനി ഇവിടെ വീട് വെക്കാൻ പറ്റില്ല. ഈ നിയമപരം പറഞ്ഞോട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നിയമപരമായി നടക്കില്ല. ഇത് ഇന്ന കാരണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് വില്ലേജിൽ പരാതി കൊടുക്കുക, പഞ്ചായത്തിൽ പരാതി കൊടുത്താൽ പഞ്ചായത്ത് സ്വാഭാവികമായി ബന്ധപ്പെട്ട് നോട്ടീസ് കൊടുക്കുമല്ലോ. ഇത് കറണ്ടുണ്ട്, വാട്ടർ കണക്ഷൻ ഉണ്ട്, അവർക്കൊരു പത്രത്തിലുണ്ട്. ഇതിനകത്ത് രസകരമായ സംഭവം വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഇതുള്ള വസ്തുക്കൾ ഇരിപ്പുണ്ട്. കൈയിരിക്കുന്നവര് ഒരു 100 രൂപ പത്രത്തില് ഈ പാവങ്ങളുടെ 3000 5000 വേനോ മേടിച്ചുകൊണ്ട് നീ ഇവിടെ കയറി താമസിച്ചു എന്ന് പറയുന്ന ഒരു ശൈലി. ഇവിടെ ചെറുവക്കല് പിന്നെ ഫ്ലോട്ട് തിരിച്ചില്ല, ഏക്കർ കണക്കിന് ഭൂമി ആളുകൾ കയ്യേറി പതിച്ചു കൊടുത്തു. ഇപ്പോൾ എല്ലാവർക്കും പതിച്ചു കൊടുത്തു. ഈ പറയുന്ന ചെറുവക്കൽ ഏറ്റവും വലിയ ബ്ലോക്കാണ്. ഇഷ്ടംപോലെ വസ്തു പതിച്ചു കൊടുത്തു. അപ്പൊ അതുപോലെ ഇവിടെ ഈ പറയുന്ന ബാക്കിയുള്ളവർക്ക് ഇതൊരു കേസുമായി കോടതിയിലേക്ക് പോയാൽ ഇവർക്ക് മാത്രമാണോ? ഇവിടെ മിച്ചഭൂമി എവിടെയുണ്ടാ മിച്ചഭൂമി ഒന്നീ ഇവിടെ താമസിക്കുന്നവർ പതിച്ചു കൊടുക്കണം. അത് ആ കൂട്ടത്തിൽ ഇതും ചിലം വരും, അല്ലെ വേറെ വരത്തില്ല, ഇല്ലേ ബാക്കിയുള്ളവർക്കും കിട്ടില്ല. ഇവിടെ ഇത് പൊളിച്ചു മാറ്റപ്പെട്ടു. എങ്ങനെയായാലും ആര് ചെയ്തു എന്നുള്ളതല്ല. ഇത് കുറെ പേര് ഞങ്ങൾ എല്ലാവരും ചെന്നു, മറ്റുള്ള അതാരും നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒറ്റ ന്യായം മാത്രമേ ഉള്ളൂ. നിയമാനുസൃതം ഇത്രയൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് അധികാരപ്പെട്ടവരുണ്ട്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമായിരുന്നു. ഈ കോളനി നിവാസികളെ ബന്ധപ്പെടുത്തി അവരൊരു പരാതി കൊടുത്ത് അവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷം ഇവർക്ക് നോട്ടീസ് കൊടുക്കണം. നിയമാനുസൃതം അല്ല നിങ്ങളിവിടെ താമസിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ മാറണം. പഞ്ചായത്ത് നിങ്ങൾ കൊടുക്കണമായിരുന്നു. അത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് നിയമാനുസൃതമല്ല. നിയമപരമായി ഈ വിഷയത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം, കേസെടുക്കണം, നടപടികൾ നടത്തണം. ആ കാര്യം യാതൊരു തർക്കവുമില്ല. അത് ചെയ്തേ മതിയാവും.